കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ പ്രാർത്ഥനകളുടെ 16-ാമത്തെ ദിവസത്തിലേക്ക് ഈ നവംബർ 25 നമ്മെ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് അത്ഭുതകരമാവണ്ണം പ്രാർത്ഥനകളെ നയിക്കുന്നു. കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ നെഹമ്യാവിൻ്റെ മതിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നത്. ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി ഒരു മതിൽ പണിയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ മതിൽ പണിയെ തകർക്കുന്ന, പുതിയ നിയമത്തിൻ്റെ ദൈവപ്രവർത്തികളെ തകർക്കുന്ന ചില മേഖലകളും കൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ കൊരിന്തിയ സഭയെ പഠിക്കുമ്പോൾ കൊരിന്തിയ സഭയുടെ പ്രവർത്തനങ്ങളെ തകർക്കുവാൻ വേണ്ടി പിശാച് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയുന്ന ഒരു മേഖല. പേഴ്സണാലിറ്റി കൾട്ട്, അതിനെ വ്യക്തി കേന്ദ്രീകൃതമായ ഉപദേശങ്ങൾ, വ്യക്തി കേന്ദ്രീകൃതമായ സഭ അല്ലെങ്കിൽ വ്യക്തികൾ കേന്ദ്രീകൃതമാകുന്നു. കൊരിന്ത്യ സഭയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അപ്പല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, യേശുവിൻ്റെ പക്ഷം എന്ന് പറഞ്ഞ് ഈ ഭിന്നതകൾ സഭകൾക്കകത്തുണ്ടാക്കിയിട്ട് ഐക്യതയെ തകർക്കുക എന്നുള്ളത് പിശാചിൻ്റെ എക്കാലങ്ങളിലെയും ഏറ്റവും ശക്തമായ ഒരായുധമാണ് ദൈവസഭയ്ക്കെതിരെ ഉള്ളത്. അവരറിയാം കാര്യം, ഒരു രാജ്യം തമ്മിൽ ഛിദ്രിച്ചാൽ പിന്നെ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. പൈശാചിക രാജ്യത്തിൽ അവർ ഭയങ്കര ഐക്യതയോടുകൂടെ നിൽക്കുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവരാജ്യത്തിനകത്ത് ഐക്യത ഉണ്ടാകാതിരിക്കുവാനും വളരെ ശ്രമിക്കും. നിങ്ങൾ നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ മതിൽ പണിക്കെതിരെ ഒരു ഭയങ്കര കൂട്ടുകെട്ടുണ്ടായെന്നാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നെഹമ്യാവിൻ്റെ മതിൽ പണിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി. എന്നാൽ ഈ മതിൽ പണിയുന്നവരെ മതിലിൻ്റെ മേൽ തമ്മിൽ ചിഹ്നിപ്പിച്ച് കളഞ്ഞു. കണ്ടോ, ഒരു ഭാഗത്ത് അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു, മറുഭാഗത്ത് ഒരു ദൈവികമായ അസോസിയേഷനും കൂട്ടുകെട്ടും ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യം തമ്മിൽ ഛിദ്രിച്ചു പോയാൽ പിന്നെ അതിന് നിലനിൽക്കുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ പണ്ട് പ്രസംഗിച്ചത് ഓർക്കുന്നു, 6000 ഭൂതങ്ങൾ ഒരുമിച്ച് ഒരു മനുഷ്യൻ്റെ അകത്ത് അവർ വളരെ ഐക്യതയോടെ, വളരെ യൂണിറ്റിയോടെ വർഷങ്ങളായിട്ടിരിക്കും. പക്ഷേ 6000 പേരുള്ള ഒരു സഭ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം, അതിനകത്ത് ഭിന്നത ഉണ്ടാക്കുവാൻ പിശാച് എപ്പോഴും ശ്രമിക്കും. ഈ ദിവസങ്ങളിൽ ഭിന്നത നമ്മുടെ മതിലിനെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട പിശാചിൻ്റെ ആയുധമാണ്. അതുകൊണ്ടാണ് നെഹമ്യാവ് പറഞ്ഞത്, വരുവീൻ, നാം മതിലിൻ്റെ മുകളിൽ ചിതറിയിരിക്കാതെ നമുക്ക് ഒരുമിച്ച് നിന്ന് മതിൽ പണിയാമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ കാണും, ഡിനോമിനേഷൻ്റെ വ്യത്യാസങ്ങൾ കാണും, എക്കണോമിക്കൽ സ്റ്റാറ്റസ് കാണും. പക്ഷേ ഒരു ഉണർവിന് വേണ്ടിയും ദൈവപ്രവൃത്തിക്ക് വേണ്ടിയും സ്റ്റാറ്റസ് നോക്കാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഈ പേഴ്സണാലിറ്റി കൾട്ടിനെ, ഈ ഫാൻസ് അസോസിയേഷനെ, ഓരോ സഭയ്ക്കും ഓരോ ഫാൻസ് അസോസിയേഷനുണ്ട്, ഓരോ ഗ്രൂപ്പുകളുണ്ട്. വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനോട് താല്പര്യമില്ലാത്തയാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഇൻ ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ് എന്ന റെവലേഷൻ്റെ അകത്ത് ആണെന്നും പെണ്ണമെന്നുമില്ല, യജമാനെന്നും ദാസനെന്നുമില്ല. എല്ലാവരിലും ഒരുമിച്ച് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരമായ ഒരു സഭ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ജനറേഷൻ, ഷാരോൺ, ന്യൂ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം ചിഹ്നിച്ചിതറിയിരിക്കാതെ ഇന്ത്യൻ സഭയ്ക്കു വേണ്ടി, ഒരു ഉണർവിനു വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ദൈവസഭകൾക്കകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന പേഴ്സണാലിറ്റി കൾട്ടുകളെ ആത്മാവിൽ പൊട്ടിച്ചു കളയുവാൻ നമുക്ക് ആത്മാവിൽ തയ്യാറെടുക്കാം. ഈ ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പാനലിൻ്റെയും ആളായി നിങ്ങൾ മാറാതെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തെ പണിയാം. മതിലിനകത്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അങ്ങയുടെ മഹത്വത്തെ നമുക്ക് ചുമക്കാം, ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: ഭിന്നതകളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.